പ്രിയപ്പെട്ടവരെ, ലോക തലങ്ങളിൽ തന്നെ ഫലസ്തീൻ വിഷയത്തിൽ വഹാബി പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫികൾ ഫലസ്തീൻ നിലപാടുകളോട് എതിരാണ്. അവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇസ്രയേലിനെയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ കൂട്ടുകക്ഷികളെയും സഹായിക്കുകയാണ് എന്നുള്ള ഒരു പ്രചരണം നിലനിൽക്കുകയാണ്. പക്ഷേ ഇത് ശരിയാണോ? എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. ഈജിപ്ത് ആവട്ടെ, ജോർദാൻ ആവട്ടെ, ഇങ്ങനെ പല രാഷ്ട്രങ്ങളും ഇതൊക്കെ യഥാർത്ഥത്തിൽ സലഫി രാഷ്ട്രങ്ങളല്ലല്ലോ. അവരും ഇസ്രയേലിന് പല രൂപത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഫലസ്തീൻ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഈ രാഷ്ട്രങ്ങളും മുന്നോട്ട് വരുന്നില്ലല്ലോ. അവരും ഇത്തരത്തിലുള്ള ചതികളാണല്ലോ നടത്തുന്നത് എന്നിങ്ങനെ പല സംശയങ്ങളും പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇത്തരം ചില രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്ര നേതൃത്വങ്ങൾ ഈ രൂപത്തിൽ ഇസ്രയേലിനെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് ഈജിപ്തിൻ്റെയോ ജോർദാന്റെയോ ഐഡിയോളജി അല്ല. പക്ഷെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം വഹാബി പ്രസ്ഥാനം അതൊരു ഐഡിയോളജിയാണ്. ഒരു സെലഫി പ്രസ്ഥാനം അല്ലെങ്കിൽ സെലഫിസം ഇതൊരു ആശയധാരയാണ്. ഈ ആശയധാരയുള്ള ആളുകളെ വളർത്തുന്നത് അമേരിക്കയാകുന്നു, അല്ലെങ്കിൽ CIA ആകുന്നു, മൊസാദ് ആകുന്നു. ഇത് നമ്മൾ പറയുകയല്ല. സൗദി അറേബ്യയുടെ കിരീടാവകാശി തന്നെ പറയുകയാണ്, വഹാബിസത്തെ ഞങ്ങൾ പ്രചരിപ്പിച്ചത് യൂറോപ്പിന്റെ ആവശ്യപ്രകാരമാണ്. അവിടെ ഈ രാഷ്ട്രത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, വഹാബി ഐഡിയോളജിയാണ് അവിടെ പറയുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ സെക്രട്ടറി ആയിരുന്ന ഹിലാരി ക്ലിന്റൺ പറയുന്നു, ഞങ്ങൾ വഹാബിസത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് സൗദി അറേബ്യ എന്നോ അല്ലെങ്കിൽ ഖത്തർ എന്നോ ഈജിപ്തോ എന്ന രാഷ്ട്രത്തെയല്ല, ഒരു ഐഡിയോളജിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ ഐഡിയോളജിയാണ് ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം, അല്ലെങ്കിൽ തെറ്റായ പല നിലപാടുകളിലേക്കും മുസ്ലിം ലോകത്തെ കൊണ്ടുപോയതിന്റെ പ്രധാനപ്പെട്ട കാരണം. എന്നാൽ പിന്നെ ഈജിപ്തോ അല്ലെങ്കിൽ ജോർദാനോ ഇങ്ങനെയുള്ള പല രാഷ്ട്രങ്ങളും ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആ രാഷ്ട്രം ഭരിക്കുന്ന ചില നേതൃത്വത്തിന്, നമുക്കറിയാം ഇപ്പോൾ ഈജിപ്ത് ഭരിക്കുന്നത് CC ആണ്. ഈ CC പട്ടാള അട്ടിമറിയിലൂടെയാണ് വരുന്നത്. അതിനു മുമ്പും ധാരാളം പട്ടാള അട്ടിമറികൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ അദ്ദേഹം ഈ അടുത്ത് അട്ടിമറിക്കപ്പെട്ട വിവരം നമുക്കറിയാം. അതിന്റെ പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക എന്തുകൊണ്ട് അമേരിക്ക അടക്കമുള്ള ഭാഗം ഈ ഇമ്രാൻഖാനെ അട്ടിമറിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അതിന് അവരുടെ സഹായം ഉണ്ടായി എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി അവിടെയുണ്ട്. അങ്ങനെ പട്ടാള അട്ടിമറികളിലൂടെയോ മറ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാശ്ചാത്യരുടെയും അമേരിക്കയുടെയൊക്കെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് ചില ഭരണാധികാരികൾ ആ ഭാഗത്തേക്ക് നീങ്ങാറുണ്ട്. നമുക്കറിയാം തുർക്കിക്കുണ്ടായ അവസ്ഥ എന്താണ് എന്ന്. തുർക്കി എന്ന് പറയുന്നത് ഈ പറയുന്ന സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിന് വേണ്ടി നിലകൊണ്ട രാഷ്ട്രവും അതുപോലെ ഖിലാഫത്തുമായിരുന്നു. പക്ഷേ അവിടെ പിന്നീട് ഉണ്ടാകുന്നത് അത്താതുർക്കിന്റെ കടന്നുവരവോടുകൂടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അത്താതുർക്ക് എന്ന് പറയുന്നത് തുർക്കിയുടെ നിലപാടല്ല, പക്ഷേ യൂറോപ്പ് അവതരിപ്പിക്കുന്ന ഒരു പാവയാണ്. ആ പാവയ്ക്ക് ഭരണം നൽകി അവരെ കൊണ്ട് ഇവർ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയാണ്. ഇതുപോലെ ഈജിപ്തിലോ അല്ലെങ്കിൽ ജോർദാനിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷെ അത് ഒരു ഐഡിയോളജിയിൽ നിന്നും ഉണ്ടാകുന്നതല്ല. പക്ഷെ ഇവിടെ വഹാബിസം വിമർശിക്കപ്പെടുന്നത് അവരുടെ ഐഡിയോളജി അത് അമേരിക്കൻ നിർമ്മിതമാകുന്നു, അല്ലെങ്കിൽ യൂറോപ്പിന്റെ നിർമ്മിതമാകുന്നു, അല്ലെങ്കിൽ ആ ഐഡിയോളജി എന്ന ലോകത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, പ്രചാരകർ, അതിന് ഫണ്ട് നൽകുന്നവർ അമേരിക്കയും CIA-യും മൊസാദുമാകുന്നു. ഇവിടെയാണ് ഇത് ഇസ്ലാമിലെ ഒറ്റുകാരാണ് എന്ന് പറയാൻ കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈജിപ്തിലുള്ള ഏതെങ്കിലും ജനങ്ങൾ, ഇപ്പോൾ ഈജിപ്തിലെ അൽ-അസ്ഹറിന്റെ ഷെയ്ഖുൽ അസ്ഹർ നിരന്തരമായി ഈ പറയുന്ന ഇസ്രായേലിനെതിരെ ഗസയ്ക്ക് വേണ്ടി വളരെയധികം ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ നേതൃത്വം പോലും ഷെയ്ഖുൽ അസ്ഹറിനെ വകവരുത്തും എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ലോകത്തെ മുസ്ലിം നേതൃത്വത്തിന് വലിയ സന്ദേശങ്ങളായിരുന്നു ഈ യുദ്ധം ആരംഭിക്കുന്ന കാലങ്ങളിൽ ഇന്ന് വരെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈജിപ്തിലെ ഏതെങ്കിലും ഒരു പൗരനില്ലെന്ന് ഈ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹമാസിനെയോ അല്ലെങ്കിൽ അവിടെ ഉള്ള പോരാളികളോ എതിർത്തുകൊണ്ട് ഒരാളും ശബ്ദിക്കുകയില്ല. പക്ഷെ ആ ശബ്ദം വരുന്നത് വഹാബി ആശയധാരയിലുള്ള ആളുകളിൽ നിന്നാണെന്ന് വരുമ്പോൾ ആ ആശയധാരയാണ് ഇവിടെ പ്രശ്നം. എന്തിനധികം പറയണം? ഞാൻ ഉദാഹരണത്തിന് പറയാം. ലോകത്തൊക്കെയും ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ ഈ ഇസ്രയേലിന്റെ അതിക്രമങ്ങളെ ഒരു യുദ്ധ കുറ്റകൃത്യമായി കാണുകയും അതിനെതിരെ ശബ്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോക കോടതിയിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ഒരു മുസ്ലിം രാഷ്ട്രമല്ല എന്ന് പറഞ്ഞാൽ ശക്തമായ വികാരം ലോകത്ത് ഉയർന്നു വരുമ്പോൾ ഇവിടെ കേരളത്തിലെ ഒരു പണ്ഡിതനായി അവകാശപ്പെടുന്ന ഒരു വ്യക്തി, അതായത് ഒരു വഹാബി പണ്ഡിതനായി സോഷ്യൽ മീഡിയകളിൽ കടന്നു വരുന്ന, ഇവരൊക്കെ പ്രസംഗത്തിനും മറ്റുമൊക്കെ കൊണ്ടുവരാറുള്ള, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകളൊക്കെ ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഷെയർ ചെയ്യാറുള്ള ഈ ചുയലി മൗലവി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു സാധാരണക്കാരനോ വിവരമില്ലാത്ത ആളാണോ എന്ന് വഹാബികൾക്ക് പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹമാണ് പറയുന്നത് ഫലസ്തീനിലെ കുട്ടികളെല്ലാം മരിച്ചു വീണാലും വേണ്ടിയില്ല,
അത് തകർന്നാലും വേണ്ടിയില്ല, ഖുദ്സിൽ കയറി ഇസ്രായേൽ സൈന്യം കളിച്ചാലും വേണ്ടിയില്ല, ഹമാസിന് ഈ അധികാരം നൽകാൻ പാടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമാണ്. ഇതൊരു സ്വാഭാവികമായും ഉറക്കത്തിൽ പ്രസംഗിച്ചതല്ലല്ലോ, അശ്രദ്ധയിൽ വന്ന വാചകമല്ലല്ലോ, മനഃപൂർവ്വം പറയുകയാണ്. കാരണം അദ്ദേഹം ഒരു വഹാബി ആശയക്കാരനാണ്. ആ ആശയത്തോട് അദ്ദേഹത്തിന് പ്രതിബദ്ധതയുള്ളത് കൊണ്ട് അതിൽ നിന്ന് നിർഗളിച്ചു വരുന്ന ഒരു സംസാരം മാത്രമാണത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇവിടെ വലിയ വിവാദമുണ്ടായി. പക്ഷെ നേതാക്കളിൽ പലർക്കും ആ വിവാദത്തെ സപ്പോർട്ട് ചെയ്ത് പൊതുരംഗത്ത് കടന്നു വരാൻ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഒരു മിതമായ ശൈലി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ ഒരുപാട് വഹാബികൾ സപ്പോർട്ട് ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു? അതായത് വഹാബി പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് മാത്രം അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ആ ഒരു തലങ്ങളിലാണ് ഇവിടെ ചർച്ച നിലനിൽക്കുന്നത്. അത്താതുർക്ക് ഭരിക്കുന്ന കാലത്ത് നമുക്കറിയാം, ഈ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയെ മ്യൂസിയം ആക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ തിരിച്ച് പള്ളിയാക്കി മാറ്റിയത്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിക പരമായിട്ടുള്ള നയങ്ങളെയെല്ലാം മാറ്റിമറിച്ച് യൂറോപ്യൻ ഭരണഘടന അവിടെ സ്ഥാപിക്കുകയും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തുർക്കിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം ഒരു ഭരണാധികാരിയിൽ നിന്നുണ്ടായ കാര്യമാണ്. ഇതൊരു ഐഡിയോളജിയുടെ പിന്നിലല്ല. ഈജിപ്തിലെ സിസി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതൊരു ഐഡിയോളജിയുടെ പിന്നിലല്ല. ജോർദാനിലെ രാജാവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുന്നി ഐഡിയോളജിയോ അല്ലെങ്കിൽ സുന്നി വിശ്വാസത്തിന്റെയോ മാനദണ്ഡപ്പെടുത്തിയല്ല ഉണ്ടാകുന്നത്. പക്ഷെ വഹാബികൾ ചെയ്യുന്നത് ഈ രൂപത്തിലാണ് എന്നതാണ് ഇവിടെ ഏറ്റവും ഖേദകരമായ കാര്യം. ഇന്ന് അറബ് ലോകത്ത് തന്നെ വഹാബി രാഷ്ട്രത്തിന് വളരെ വലിയ പിന്തുണയാണ് ഇക്കാലം വരെയും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നത്. അവരുടെ മുഴുവൻ പ്രൊട്ടക്ഷനും നൽകിക്കൊണ്ടിരിക്കുന്നത് പറയപ്പെടുന്ന CIA തന്നെയാണ്. എന്നാൽ അവർ മറ്റു അറബ് രാഷ്ട്രങ്ങൾക്കൊക്കെ ഈ പ്രൊട്ടക്ഷനും ഈ കാര്യങ്ങളും ഒക്കെ നൽകുന്നത് വഹാബി രാഷ്ട്രത്തിനെ മാധ്യമമാക്കിക്കൊണ്ടാണ്. അവരെയാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയായി കണക്കാക്കപ്പെടുന്നത്. അവരുടെ ആജ്ഞകൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചാണ് മറ്റുള്ള അറബ് രാഷ്ട്രങ്ങൾ നീങ്ങുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ഈ പറയപ്പെടുന്ന GCC രാഷ്ട്രങ്ങൾ, ഇവർക്കൊക്കെ ആയുധങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണ്. സ്വന്തമായി ആയുധം നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ല, അതിനുള്ള ടെക്നോളജിയിൽ അവർ മുന്നോട്ട് വന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ആരാണ് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. തുർക്കി ഇവിടെ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. തുർക്കിയുടെ ഡ്രോണുകൾ ഇന്ന് ലോകത്തൊരു വലിയ സംഭവമായി മാറിയിട്ടുണ്ട്. ഇറാൻ എല്ലാ വിധത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഈജിപ്ത് അവരുടേതായ രീതിയിലുള്ള പലതും അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് നാം പറയപ്പെടുന്ന ഈ ചില അറബ് രാഷ്ട്രങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അമേരിക്കയെ ആശ്രയിക്കുക എന്നതിലേക്ക് മാറിയത് എങ്ങനെയാണ്? കാരണം അകമഴിഞ്ഞ് ആ രാഷ്ട്രത്തിന്റെ പൂർണ്ണമായ നീക്കങ്ങളെയും സംരക്ഷണവും അവരുടെ പ്രൊട്ടക്ഷനും ഒക്കെ ഇവർ ഏറ്റെടുത്തതാണ്. കാരണം അത് മിഡിൽ ഈസ്റ്റിൽ വലിയ സ്വാധീനം അമേരിക്കക്ക് ലഭിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു ഐഡിയോളജിയിലാണ് ഇത് പടുത്തുയർത്തത് എന്നതാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ സിസി ആണ് ഈജിപ്ത് ഭരിക്കുന്നത്. നാളെ മറ്റൊരു ഭരണാധികാരി വന്നാൽ ആ കാഴ്ചപ്പാട് മാറും. അവരുടെ അടിസ്ഥാനപരമായ നിയമങ്ങളോ അല്ലെങ്കിൽ ഐഡിയോളജിയോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, വ്യക്തിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി മാറുകയാണെങ്കിൽ അവിടെ രീതികൾ മാറും. അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് അകമഴിഞ്ഞതിന് സഹായിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നാം പരാമർശിക്കുന്ന മറ്റു രാഷ്ട്രങ്ങളുടെയൊക്കെ അവസ്ഥ. എന്നാൽ നാം പറയുന്ന ഈ സലഫി രാഷ്ട്രം, അത് ആര് ഭരണം മാറി വന്നാലും ഏത് ഭരണാധികാരി വന്നാലും അവിടെയെല്ലാം ഒരു ഐഡിയോളജിയാണ്. നോക്കൂ നിങ്ങൾ, അവിടെ ഒരു അട്ടിമറിക്കും സാധ്യത വരുന്നില്ല. അവിടെ ആരാണ് ഭരണത്തിൽ വരുന്നത് എന്നതല്ല പ്രശ്നം, അവിടുത്തെ ഐഡിയോളജി. അത് അമേരിക്കക്ക് ഭയപ്പെടാനുള്ള യാതൊരു പ്രശ്നവും അവിടെ ഇല്ല. അവിടെ അവരുമായി ഉണ്ടാക്കിയ ഈ രാഷ്ട്രം ഉണ്ടാക്കാനോ ആ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചൊക്കെയുള്ള അതിൻ്റെ കരാറുകൾ അത് ആദ്യഘട്ടങ്ങളിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആശയങ്ങളും ഐഡിയോളജിയും ഒക്കെ ഈ യൂറോപ്പിൻ്റെ സഹായത്തോടു കൂടെ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ, അവരുടെ കാര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവുമില്ല. ആര് ഭരണം മാറി വന്നാലും ഈ ആദർശത്തിലേക്കും ഈ ഒരു രീതിയിലുമായിരിക്കും അവരുടെ നീക്കം ഉണ്ടാവുക എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വളരെ കൃത്യതയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം.